വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ? അപ്പോൾ ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് കുറച്ച് പരിപ്പ്, തക്കാളി, സബോള, കുറച്ച് മഞ്ഞൾപ്പൊടി, വെള്ളം, ആവശ്യത്തിന് വെള്ളം, അതെല്ലാം കൂടെ ഒഴിച്ച് ഒരു 3-4 വിസിൽ അത്രയും മതി. അത് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക. പിന്നെ നമുക്കൊരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പിന്നെ ഏലക്ക ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മസാലകളും ഇവയെല്ലാം കൂടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിക്കാനായിട്ട് വെക്കുക. അതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ഇടണം. ഒരു തേങ്ങ ബ്രൗൺ കളർ ആകുന്ന അവിടം വരെ നമുക്ക് ഇത് നല്ല വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിയാതെ സൂക്ഷിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ഇടണം. അപ്പോൾ തേങ്ങ ഏതാണ്ടൊരു മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികളിടാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഓൾറെഡി പരിപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിതൊന്ന് ഇളക്കാം. വേറെ മസാലകളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് പ്രധാന ഐറ്റം മുട്ട വേണം. ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് സബോള കൊത്തി അരിഞ്ഞതും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ചാൽ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പാൻ എടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് വളരെ തിന്നായിട്ട് കനം കുറഞ്ഞ് നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. ഒരു ഓംലെറ്റ് പോലെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. വളരെ തിന്നായിരിക്കണം. ഒത്തിരി കട്ടിക്ക് പൊരിച്ചു കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വളരെ തിന്നായിട്ട് നമുക്ക് ആ മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം. നമുക്കറിയാലോ ഏതാണ്ടൊരു മൂത്ത പരുവമായെന്ന് അറിയുമ്പം നമുക്കതൊന്ന് മറിച്ചിടാം. മറിച്ചിടാതെ റോൾ ചെയ്യാം, അല്ലെങ്കിൽ മറിച്ചിട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ ശേഷം ഒന്ന് മൂത്തെന്നൊക്കെ നോക്കുക. മൂത്തെന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നമുക്കൊന്ന് പയ്യെ ഞാനതൊന്ന് മറിച്ചിട്ടു അപ്പുറത്തെ സൈഡും കൂടെ വേകാനായിട്ട്. അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് പയ്യെ വളരെ പതുക്കെ തന്നെ, എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ 2 കൈ ഉപയോഗിച്ച് ഒരു സ്പൂണ് സപ്പോർട്ടായിട്ട് വെച്ചുകൊണ്ട് മറ്റേ ഒരു പാൻ വെച്ച് ചെറുതായിട്ട് നമുക്ക് ആ മുട്ട ഓംലെറ്റ് നമുക്കൊന്ന് മടക്കി റോളാക്കി നമുക്ക് ഇടാം. മുട്ട ചുരുട്ട് കറിയാണല്ലോ, അപ്പോൾ അതിനായിട്ട് നമുക്ക് മുട്ടയൊന്ന് ചുരുട്ടി എടുക്കാം. ഇനി മുട്ട ചുരുട്ടി അതിനെ ഒന്നുകൂടെ അപ്പുറവും ഇപ്പുറവും വേണം നമുക്കൊന്ന് ഒരു ബ്രൗൺ കളർ ആകുന്ന ഇടം വരെ നമുക്കൊന്ന് ആ പാനിൻ്റെ ചൂടിൽ വെച്ച് തന്നെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. പാനിൻ്റെ ഫ്ലെയിം വളരെ ലോ ആക്കണം, അല്ല കരിഞ്ഞു പോകും. എന്നിട്ട് ഇത് പയ്യെ വേണം നമ്മൾ ചെയ്യാൻ. 2 സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കാം. വളരെ പതുക്കെ ചെയ്യണം. എൻ്റെ കയ്യിൽ ഒറ്റ കൈ കൊണ്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് അതിടയ്ക്ക് ഇച്ചിരി ഉടഞ്ഞു പോകുന്നത്. നമ്മൾ 2 കൈ വെച്ച് അല്ലെങ്കിൽ കത്തി വെച്ചൊക്കെ മുറിച്ചെടുക്കുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ 4 മുട്ടയൊക്കെ ഉപയോഗിച്ച് ഇഷ്ടം പോലെ പീസുകൾ നമുക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ നേരത്തെ വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പ് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മുടെ തക്കാളി പരിപ്പ് വേവിച്ചതിനകത്തേക്ക് ഒഴിക്കുക. നല്ല തിള വന്നു കഴിയുമ്പോൾ മുട്ട നമുക്കിതിലേക്ക് പറക്കിയിടാം. 4 മുട്ട പൊരിക്കുമ്പോൾ നമുക്ക് 10-24 പീസ് നമുക്ക് കിട്ടും. നമുക്ക് ഒരു ചെറിയ ഫാമിലിക്ക് അത് തന്നെ ധാരാളമാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം നമുക്ക് ഈ അരപ്പിലോട്ട് ചേർക്കണം. കുറുകിയ പരുവാണെങ്കിൽ ഒത്തിരി വെള്ളം ചേർക്കണ്ട. ഇച്ചിരി വെള്ളമയം വേണം, ഇച്ചിരി ചാറ് വേണ്ടതാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് അതനുസരിച്ച് നമ്മൾ ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എന്നും നമ്മൾ വെക്കുന്ന കറിയിൽ നിന്നും ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്, ഒരു ചിക്കൻ കറിയുടെയൊക്കെ ടേസ്റ്റ്, ഒരു നോൺ വെജ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് വരുന്നത്. എന്നത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മുട്ടയെല്ലാം നമ്മൾ ഇടുക. മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ ഒത്തിരി ഇട്ട് ഇളക്കല്ല. അത് മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ ആ ചാറൊഴിച്ച് ആ മുട്ടയെല്ലാം ഒന്ന് കവറായിട്ട് നിൽക്കുന്ന രീതിയിലൊന്ന് ആക്കി സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അവിടെ കിടന്ന് തിളക്കട്ടെ. നമ്മുടെ കറി റെഡിയായി. മുട്ട ചുരുട്ട് കറി നമുക്ക് അങ്ങനെ റെഡിയായിട്ട് കിട്ടി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ളൊരു കറിയാണ് മുട്ട ചുരുട്ട് കറി. ഇനി ആമിയോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇതെങ്ങനെയുണ്ടെന്നല്ലേ.
ഹലോ ഗൈസ്, ഒരു പുതിയ സ്വാഗതം. കേളിമറിയുടെ മുട്ട ചൂടിട്ട് കറിയാണ്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ്. ഈ റെസിപ്പി അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ, ചിക്കൻ കറി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റാണ് ഇതിന്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഇനി കഴിച്ച് തീർക്കട്ടെ. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ ബൈ.